അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا ബഹുമാന്യരായ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ പഠനത്തിന്റെ 27ാമത്തെ ക്ലാസ്സിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇന്ന് നമ്മൾ സൂറത്തുൽ മാഊനും സൂറത്തുൽ കാഫിറൂനും ഒന്നിച്ചു പഠിക്കുകയാണ്. കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. യുകദ്ദിബു ലാലാണ് മുഅ്ജം പുള്ളിയുള്ളത്. ഫദാലികല്ലദീ യദ്ഉൽ യതീം. യദ്ഉൽ യതീം ഐനിന് ശബ്ദ കൊടുത്താൽ എങ്ങനെ ശ്രദ്ധിക്കണം. വലാ യഹുദ്ദു വലാ തുആമിൽ മിസ്കീൻ. ഹദ്ദ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഫവൈലുല്ലി തൻവീനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിക്കാതെ ഫവൈലുല്ലിൽ മുസല്ലീൻ. ഫ ആണ് എന്ന് ശ്രദ്ധിക്കണേ. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം നൂനിനെ സ്വാദിലേക്ക് മാറ്റി മണിച്ചുകൊണ്ട് സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ. ഹംസാണ് കേട്ടോ, നീട്ടുകയും ചെയ്യണം. വയംനഊനൽ മാഊൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹ. യാന്റെ മുകളിൽ നീട്ടുകയാണ് ചരിച്ച്. ലാ അഅ്ബുദു അവിടെയും ചരിച്ച് നീട്ടുകയാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ലാമിനെ നീട്ടി അൻതും നൂന് മടിച്ച് ആബിദൂന മാ അഅ്ബുദു. ആബിദൂന അവിടെയും നമ്മൾ അയിനാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മാ അഅ്ബുദു ചരിച്ച് നീട്ടുക. വലാ അന ആബിദുൻ അവിടെ ചരിച്ച് നീട്ടേണ്ടതുണ്ട്. ആബിദും തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മടിച്ചുകൊണ്ട് അബത്തും രണ്ട് ദാലും താഉം ഇദ്ഗാം ചെയ്ത് അബത്തും അബത്തും എന്നുള്ളത് അബത്തും ഇദ്ഗാം ചെയ്തുകൊണ്ട് വലാ അൻതും ചരിച്ചു നീട്ടി നൂനിന് മടിച്ച് ആബിദൂന മാ അഅ്ബുദു മീമിനെ നീട്ടിക്കൊണ്ട് ലകും ദീനുകും വലിയദീൻ. അഅ്ബുദു തഅ്ബുദു ആബിദ് ഇതുകൊണ്ടുള്ള ഒരു കളിയാണ്. നമ്മുടെ ശ്രദ്ധ ശരിക്ക് വേണം. എന്ത് രസാ കേൾക്കാൻ അറിയോ. ബോധമില്ല എങ്കിൽ ഓതിയാൽ തീരില്ല. അങ്ങനെയാ. അങ്ങനെ സഹാബി ഓതി തീരുന്നില്ല. കാരണം അന്ന് കള്ള് പറ്റേ നിരോധിച്ചിരുന്നില്ല.
അതിന് ശേഷമാണ് നമസ്കാരത്തോട് നിങ്ങൾ മത്തരായി കള്ളുകുടിച്ചുകൊണ്ട് സമീപിക്കരുത്, ലാ തഖറബുസ് സ്വലാത്ത് വഅൻതും സുകാറ എന്നുള്ള ആയത്തൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. സൂറത്തുൽ കാഫിറൂൻ അങ്ങനെയാ. ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ചിലപ്പോൾ ഒരു ജുസ് വരെ ഓതേണ്ടി വരും. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ വാക്കും പടച്ചവൻ വെച്ചത് കാണുന്നില്ലേ നിങ്ങൾ? ശരി, സൂറത്തുൽ മാഊൻ എന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകരോട് നേരിട്ടാണ് സംസാരിക്കുന്നത്. കണ്ടില്ലേ നീ പ്രവാചകരെ, അല്ലദീ യുകദ്ദിബു നിഷേധിക്കുന്നവനെ, കദ്ദബ യുകദ്ദിബു സദ്ദഖ യുസദ്ദിഖു പറയേണ്ടതില്ല, പല പ്രാവശ്യം പറഞ്ഞു. ബിദ്ദീൻ ദീനിനെ, മതത്തെ എന്ന് പറയാം. ഇനി പരലോകത്തെ, പ്രതിഫല ദിവസത്തെ എന്നും പറയാം. ഏതായിരുന്നാലും മതത്തെ നിഷേധിക്കുന്നവൻ, മതനിഷേധീയ. അറഅയ്ത നീ കണ്ടില്ലേ പ്രവാചകരെ, അറഅയ്ത അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ അവൻ ആരാ? ഫദാലികല്ലദീ യദുഉൽ യതീം അവൻ യദുഉ ദഅ എന്നൊക്കെ ഖുർആൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ്. ശക്തമായി തള്ളുക എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ തൂറിൽ, സൂറത്ത് തൂറിലും അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദഅ എന്നുള്ളതും സൂറത്ത് തൂറിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ യദുഉ എന്താണ് അർത്ഥം? ഒഴിവാക്കുക എന്ന് തന്നെയാണ്. അവൻ എന്ത് ചെയ്യുകയാണ്? യതീമിനെ അകറ്റുകയാണ്, പുറത്തേക്ക് തള്ളി ഒഴിവാക്കുകയാണ്. യദുഉൽ യതീം പുറന്തള്ളുകയാണ് അവൻ, കേട്ടോ. യതീമിനെ, അനാഥനെ അവൻ പുറന്തള്ളുകയാണ്. വല യഹുല്ലു മാത്രമല്ല ഹല്ല അവൻ പ്രേരിപ്പിക്കുന്നില്ല. ഹല്ല യഹുല്ലു നേരത്തെ വന്നിട്ടുള്ളതാണ്. സൂറത്തുൽ ഫജ്റിലൊക്കെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അലാ ത്വാമിൽ മിസ്കീൻ അഗതിയുടെ ഭക്ഷണത്തിന് അവൻ പ്രേരണ ചെലുത്തുന്നില്ല. എങ്ങനെയാ? നമുക്കറിയാം അല്ലേ? ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെയുമായി വീട്ടിൽ വന്നു, മുൻകൂട്ടി അറിയിച്ചിട്ടൊന്നുമില്ല. അപ്പൊ പെണ്ണ് ചോദിക്കുന്ന ചോദ്യം, എന്താ ഇത്? ഇന്നിവിടെ എന്തെങ്കിലും ഉണ്ടോ? മീനുണ്ടോ? മാംസമുണ്ടോ? എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടോ? എന്തെങ്കിലും നിങ്ങൾക്ക് ബോധമുണ്ടോ? ഇന്നാണോ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നത്? ഈ പാവപ്പെട്ടവനെ ഇപ്പൊ പ്രേരിപ്പിച്ചോ അല്ലെ നിരുത്സാഹപ്പെടുത്തിയോ? ഹല്ലയഹുല്ലു പ്രോത്സാഹിപ്പിക്കണം. എന്നാൽ ഈ മതനിഷേധി എന്ത് ചെയ്യുന്നില്ല? വല യഹുല്ലു അലാ ത്വാമിൽ മിസ്കീൻ അഗതിയുടെ ഭക്ഷണത്തിന് അവൻ പ്രോത്സാഹനം നൽകുന്നില്ല. പക്ഷെ മതം അത് കേൾക്കുമ്പോൾ അവന്റെ വികാരമുള്ള അവനിങ്ങനെ ചാടി ഇറങ്ങാം. വേണമെങ്കിൽ സംഘടനകൾ നടത്താൻ വരെ അവൻ റെഡിയാ. വാദപ്രതിവാദങ്ങൾക്ക് അവൻ സജീവമാണ്. എല്ലാം റെഡിയാ. പക്ഷെ അവൻ എന്ത് ചെയ്യുന്നില്ല? യതീമിനെ, അനാഥനെ വേണ്ട രൂപത്തിൽ പരിഗണിക്കുകയോ അഗതിയുടെ ഭക്ഷണത്തിന് പ്രോത്സാഹനവും പിന്തുണയും സഹകരണവും സഹായങ്ങളും നൽകുകയോ ഒന്നുമില്ല. അല്ലാഹ് പറയാ, അവനാ മതനിഷേധി. മതമല്ല അല്ലല്ല എന്ന് പറയുന്നതിനേക്കാളും സുപ്രധാനം മതമുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവന്റെ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ മണ്ഡലങ്ങളിൽ ചില മാറ്റങ്ങൾ, മനുഷ്യരുമായി ഇടപഴകുന്ന മനുഷ്യന്റെ ജീവൽ പ്രശ്നങ്ങളിൽ ചില ഇടപെടലുകൾ, അതൊക്കെ നടത്തുന്നവനാണ് മതത്തിന്റെ നിയമങ്ങളൊക്കെ പാലിച്ച് ജീവിക്കുന്നവൻ. പള്ളിയുടെ മൂലകളിൽ, പർണശാലകളിൽ, ആരാധനകളിൽ തസ്ബീഹ് മാലയുമായി മാത്രം കഴിഞ്ഞുകൂടുന്നവൻ, അങ്ങാടിയിലോ അതേപോലെ തന്നെ പാവപ്പെട്ട വീടുകളിലോ എന്ത് നടക്കുന്നു എന്ന്, നാട്ടിൽ എന്ത് നടക്കുന്നു എന്ന് അറിയാത്തവൻ, കിട്ടുന്ന ഭക്ഷണവും കഴിച്ച് സമയത്ത് ഇമാമത്തും നിന്ന് അങ്ങനെ കഴിഞ്ഞുകൂടുന്നവനല്ല മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ. മറിച്ച് അതൊക്കെ ചെയ്യുന്നുവെങ്കിൽ അങ്ങാടിയിൽ ഇറങ്ങുകയും മനുഷ്യന്മാരുടെ ജീവൽ പ്രശ്നങ്ങളിലും മനുഷ്യന്മാരുടെ വിഷയങ്ങളിലുമെല്ലൊക്കെ ഇടപെടുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും അതിനു വേണ്ടി ഓടി നടക്കുകയും ചെയ്യുന്നവൻ. ഫവൈലുൽ ലിൽ മുസല്ലീൻ എന്നിട്ട് പറയുന്നത് ഗംഭീരമായ ഒരു കാര്യമാണ്. എന്നാലേ നാശമാണ്. വൈ ലിൽ മുസല്ലീൻ നമസ്കരിക്കുന്നവർക്ക് നാശമാണ്. നമസ്കരിക്കുന്നവർക്ക് നാശമാണ്. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥം നമസ്കരിക്കണം എന്ന് പറയുകയും അതിന് പ്രോത്സാഹനം ചെയ്യുകയും അതിനെ പിന്തുണക്കുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ ഇതാ ഇവിടെ തിരിച്ചു പറയാം, നമസ്കരിക്കുന്നവർക്ക് നാശമാണ്. വൈൽ എന്ന് പറഞ്ഞാൽ നാശം, നരകത്തിൽ നിന്നുള്ള നാശം. വൈലുൽ ലിൽ മുസല്ലീൻ ആരായിരിക്കും അത്? ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാതെ നമസ്കാരം മാത്രം നടത്തുന്നയാള്, ഇതുപോലുള്ള വിഷയങ്ങളൊന്നും ഇടപെടാത്തയാള്,
കേവലം നിസ്കാരം മാത്രമേ ഉള്ളൂ, അത് മാത്രം പോരാ, അതോടൊപ്പം എന്തും വേണം. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവരാരാണ്? അൻ സ്വലാത്തിഹിം, അവരുടെ നമസ്കാരത്തെ സംബന്ധിച്ച്. നമസ്കാരത്തിൽ ശ്രദ്ധയുണ്ട്, എന്നാൽ നമസ്കാരത്തെ സംബന്ധിച്ചോ, നമസ്കരിച്ച് കഴിഞ്ഞിട്ടും നമസ്കരിക്കുന്നതിന്റെ മുമ്പും നമസ്കാരത്തെ സംബന്ധിച്ചുള്ള ആലോചനകൾ വേണം. എവിടുന്ന് നമസ്കരിക്കും? ഈ യാത്രയിൽ. നമസ്കരിച്ച് കഴിഞ്ഞിട്ട് എന്റെ നമസ്കാരം ജമാഅത്തായിട്ട് എങ്ങനെയൊക്കെ കൃത്യമായോ? റമദാനൊക്കെ കഴിഞ്ഞിട്ട് എന്റെ നമസ്കാരങ്ങളെ സംബന്ധിച്ചുള്ള ആലോചനകൾ, നമസ്കരിക്കുന്നതിന്റെ മുമ്പുള്ള ആലോചനകൾ. അതുകൊണ്ടാണ് അൻ സ്വലാത്തിഹിം, നമസ്കാരത്തെ സംബന്ധിച്ച്. നമസ്കാരത്തിൽ നിന്ന് ഫീ സ്വലാത്തിഹിം എന്നല്ല ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമസ്കാരത്തിൽ ശ്രദ്ധ വേണം, അതോടൊപ്പം നമസ്കാരത്തെ സംബന്ധിച്ചും കൃത്യമായ അവബോധം, അതിൽ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച്, അവൻ നമസ്കരിച്ചതിനെ സംബന്ധിച്ച്, ഇനി നമസ്കരിക്കാനുള്ളതിനെ സംബന്ധിച്ച്, അതിനെ സംബന്ധിച്ചൊക്കെ ചിന്തിക്കണം. അല്ലദീനഹും യുറാഊൻ, അവരാരാ? യുറാഊൻ റആ, യുറാഊ എന്ന് പറഞ്ഞാൽ കാണിക്കുക എന്നാണ് അർത്ഥം. അപ്പം മറ്റുള്ളവരെ കാണിക്കുന്നതിനു വേണ്ടി നമസ്കരിക്കുന്നവർ. അല്ലദീനഹും യുറാഊൻ, ലോകമാന്യതയ്ക്ക് വേണ്ടി മറ്റുള്ള ഉസ്താദ് കാണുമ്പോൾ അല്ലെ മുതലാളി കാണുമ്പോൾ അതിനനുസരിച്ച് കൊണ്ട് നമസ്കാരത്തെ എന്ത് ചെയ്യാണ്? മുഞ്ചു കൂട്ടുക, ഉഷാറ് കൂട്ടുക. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി, ലോകമാന്യതയ്ക്ക് വേണ്ടി, അമോഷൻ കാണുന്നതിന് വേണ്ടി, അലിയൻ കാണുന്നതിന് വേണ്ടി, മുതലാളി കാണുന്നതിന് വേണ്ടി അല്ല കേട്ടോ. ലിവജില്ല, റബ്ബ് കാണാൻ, റബ്ബിന്റെ തൃപ്തിക്ക്, റബ്ബിന്റെ പ്രതിഫലത്തിന്, അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയായിക്കൊണ്ട് ഈ ബോധമാണ്. മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയല്ല. വയംനഉനൽ മഊൻ, അവനാരാ? മനഅ, തടഞ്ഞു. യംനഉന, അവർ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അൽ മഊൻ സൂറത്തിന്റെ പേരാണ്. നിത്യോപയോഗ സാധനങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. ശരിക്കും ഇവിടുന്ന വന്നത് മറ്റുള്ളവരെയൊക്കെ സഹായിക്കുന്നതായിരിക്കും. മഴനും ആനയും ഒക്കെ ആയിരിക്കാം, അതുമായി ബന്ധപ്പെട്ട പദം തന്നെയാണ് മഴൂൻ. അത് ഇവിടെ മാത്രമേ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നിത്യോപയോഗ സാധനങ്ങൾ, മറ്റുള്ളവർക്ക് സഹായമായി വിടുന്ന വസ്തുക്കൾ, അത് കൊട്ടയാവാം, തൻ്റെ കൈക്കോട്ടാവാം, തൻ്റെ പിക്കാസാവാം, അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്തെങ്കിലും വീട്ടുപകരണങ്ങൾ അതാവാം, ഇനി ചട്ടിയോ കലമോ ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരുപാട് വസ്തുക്കൾ, ഒരു മൊബൈലാവാം, അല്ലെങ്കിൽ മൊബൈലിന്റെ ബാറ്ററി ആവാം, അല്ലെങ്കിൽ അതിലുള്ള എന്തെങ്കിലും ഒരു ക്യാമറയാവാം. ഇങ്ങനെ എന്തെല്ലാം സഹായങ്ങൾ, മനുഷ്യന്മാർക്ക് ഉപയോഗപ്രദമായ നിത്യോപയോഗ സാധനങ്ങൾ എന്തെല്ലാം. അതിവിടെ അല്ലേ? അത് പണയത്തിലാണ്, അത് കേട് വന്ന് കിടക്കുകയാണ്, കേടായി കിടക്കുകയാണ്, അത് ബാങ്കിലാണ്, ഇങ്ങനെയൊക്കെ അല്ലേ പലതും പറയാ. എന്നിട്ട് കൊടുക്കില്ല മറ്റുള്ളവർക്ക്. അത് പൊട്ടിപ്പോവും, അത് കേടുവരും, അത് തേഞ്ഞു പോകും, അത് തീർന്നു പോവും, അത് നശിച്ചു പോവും, അതിന്റെ കളറ് പോവും. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? നിത്യോപയോഗ സാധനങ്ങളൊക്കെ തടയാൻ. അവനൊക്കെ ആരാ? മതനിഷേധികളുടെ കൂട്ടത്തിൽ പെട്ടവനാണ്. അതോടൊപ്പം നമസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തവൻ, അവനും മതനിഷേധികളിൽ പെട്ടവൻ തന്നെയാണ്. അനാഥയെ ശ്രദ്ധിക്കുകയോ അഗതിക്ക് ഭക്ഷണം പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യാത്തവനോ അവനും ഒക്കെ തന്നെ മതനിഷേധികളുടെ കൂട്ടത്തിൽ തന്നെയാണ് എന്ന് പഠിപ്പിക്കുന്നു പടച്ചോൻ. മതം എന്നുള്ളത് കേവലം മനസ്സിൽ മാത്രമുള്ളതല്ല എന്നും, മതം മാനുഷികമായ ജീവിതത്തിൽ അതിൻ്റെതായ മാറ്റങ്ങൾ സാമൂഹ്യമായി, സാംസ്കാരികമായി, ഇങ്ങനെ എല്ലാ മേഖലകളിലും സർവതല സ്പർശിയായ ഒരു വിശ്വാസമാണ് മതം എന്നുള്ളതെന്നും, അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ മുഴുക്കെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കണമെന്നും വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഊനിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയും നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയുക. അടുത്തത് സൂറത്തുൽ കാഫിറൂനാണ്. സൂറത്തുൽ കാഫിറൂൻ, അതെ, ഇങ്ങനെ പലപ്പോഴും പടച്ചവൻ വിളിക്കാറില്ല മനുഷ്യരെ എന്ന്, അതോടൊപ്പം വേദങ്ങൾ ലഭിച്ചവരെ എന്ന്, ഇങ്ങനെയൊക്കെയാണ് പടച്ചവൻ പലപ്പോഴും വിളിക്കാറുള്ളത്. ഇവിടെ അല്പം പരുഷമായി തന്നെയാണ്, അല്പം കാർക്കശ്യത്തോടു കൂടി തന്നെയാണ്. ഖുൽ, നബി പറ, യാ അയ്യുഹൽ കാഫിറൂൻ, നിഷേധികളെ. കഫറ, കാഫിർ എന്ന് പറഞ്ഞാൽ
മറച്ചു വെച്ചു എന്നാണല്ലോ അർത്ഥം. വിത്തിനെ മണ്ണിൽ മറച്ചു വെക്കുന്ന കാഫിർ കർഷകൻ വിശുദ്ധ ഖുർആൻ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ സത്യം അറിഞ്ഞുകൊണ്ട് അതിനെ മറച്ചു വെക്കുകയും മൂടി വെക്കുകയും അതിൽ നിന്ന് മനുഷ്യരെ തടയുകയും ചെയ്യുന്ന ഇരുട്ടിന്റെ ശക്തികൾ, സത്യനിഷേധികൾ, അതാണ് കാഫിർ എന്നതിന്റെ അർത്ഥം. മുഹമ്മദ് സത്യത്തെ നിഷേധിച്ചാലും, ജോസഫ് സത്യത്തെ നിഷേധിച്ചാലും, ഗോപാലൻ സത്യത്തെ നിഷേധിച്ചാലും അവൻ കാഫിറ. മുഹമ്മദും ഫാത്തിമയും ചിലപ്പോൾ കാഫിറാവും. എന്തുകൊണ്ട്? സത്യത്തെ നിഷേധിക്കുമ്പോൾ. ഇതാണ് കാഫിർ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്, മനുഷ്യരെ അറിയിക്കേണ്ടതുമുണ്ട്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, മതനിഷേധികളെ, അല്ല സത്യനിഷേധികളെ. ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നില്ല. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിനെ. ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നില്ല. മാ തഅ്ബുദു, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. നബി അങ്ങനെ പറയണം. നബി അങ്ങനെ പറയണം. നിങ്ങൾ ആരാധിക്കുന്നതിനെ അല്ല ഞാൻ ആരാധിക്കുന്നത്. വല അന്തും, നിങ്ങളല്ല. വല അന്തും, അന്ത നീ, അന്തും നിങ്ങൾ, നിങ്ങളല്ല. ആബിദൂന, ആരാധിക്കുന്നവരല്ല. ആബിദുൻ, ആരാധിക്കുന്നവൻ. ആബിദൂന, ആരാധിക്കുന്നവർ. നിങ്ങൾ ആരാധിക്കുന്നവരുമല്ല. മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നതിനെ. അഅ്ബുദു, ഞാൻ ആരാധിച്ചു. ഒന്ന് ശ്രദ്ധിക്കണേ. അഅ്ബുദു, ഞാൻ ആരാധിച്ചു. തഅ്ബുദു, നീ ആരാധിച്ചു. നഅ്ബുദു, ഞങ്ങൾ ആരാധിച്ചു. യഅ്ബുദു, അവൻ ആരാധിച്ചു. അല്ല, ആരാധിച്ചു എന്നല്ല, ആരാധിക്കുന്നു. അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നു. തഅ്ബുദു, നീ ആരാധിക്കുന്നു. നഅ്ബുദു, ഞങ്ങൾ ആരാധിക്കുന്നു. യഅ്ബുദു, അവൻ ആരാധിക്കുന്നു. അത്തൈന, അലിഫ് താ യാ നൂൻ. നഅ്ബുദു, അഅ്ബുദു, തഅ്ബുദു, യഅ്ബുദു. ഈ 4 രൂപത്തിലാണ് മുളാരിയായ ക്രിയകൾ വരിക. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോ ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല, ആരാധിക്കുന്നവരല്ല. വല അൻതും ആബിദൂന, നിങ്ങൾ ആരാധിക്കുന്നവരല്ല. മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നതിനെ. ഇനി വല അന, ഞാനല്ല. ആബിദുൻ, ആരാധിക്കുന്നവനല്ല. മാ അബത്തും, നിങ്ങൾ ആരാധിച്ചതിനെ. അബദ, ആരാധിച്ചു. അബത്തും, നിങ്ങൾ ആരാധിച്ചു. അപ്പൊ നിങ്ങൾ ആരാധിച്ചതിനെ ഞാൻ ആരാധിക്കുന്നവനല്ല. അപ്പൊ നേരത്തെ പറഞ്ഞതോ, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നവനല്ല. ഇപ്പൊ പറയുന്നതോ, നിങ്ങൾ ആരാധിച്ചതിനെ ഞാൻ ആരാധിക്കുന്നവനല്ല. പിന്നെ പറയാണ് വല അൻതും ആബിദൂന മാ അഅ്ബുദു, നിങ്ങളല്ല, ആരാധിക്കുന്നവരല്ല. വല അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നവരുമല്ല. അതങ്ങനെ തന്നെയാണുള്ളത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നവനല്ല. പിന്നെ പറയുന്നത്, നിങ്ങൾ പണ്ട് ആരാധിച്ചതിനെയും ഞാൻ ആരാധിക്കുന്നവനല്ല. എന്നാൽ അവരെ പറ്റി പറഞ്ഞതോ, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നവരല്ല. അത് രണ്ടും ഒരേ രൂപത്തിൽ ആവർത്തിച്ചു. കാരണം നബി അന്നും ഇന്നും എന്നും ആരാധിക്കുന്നത് ഒരാളെയാണ്. മുശ്രിക്കീങ്ങൾ, കാഫിറുകൾ അങ്ങനെയല്ല. അവരുടെ ആരാധ്യ വസ്തുക്കൾ കാലത്തിനനുസരിച്ച്, സ്ഥലത്തിനനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കാൻ പലരെയും പലപ്പോഴും ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ശരിയല്ല. ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതം. വലി ദീനി, എനിക്ക് എൻ്റെ മതം. വലി ദീനി, എനിക്ക് എൻ്റെ മതം. അതാണ് പിന്നെ വലിയ ദീൻ എന്നായി മാറിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. അവരെല്ലാവരും വന്നു അബൂ താലിബിൻ്റെ വീട്ടിൽ. എന്നിട്ട് പറഞ്ഞു, നാട്ടിൽ ആകെ പ്രശ്നങ്ങളുണ്ട്, കുടുംബത്തിൽ പോലും പ്രശ്നങ്ങളുണ്ട്. ഇവൻ്റെ ഈ പുത്തൻ വാദങ്ങളാണ്. അതുകൊണ്ട് എന്തു വേണം? 1 കൊല്ലം അവൻ്റെ ആരാധ്യ വസ്തുക്കളെ ഞങ്ങൾ ആരാധിക്കാം, പിറ്റേത്തെ കൊല്ലം ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ അവൻ ആരാധിക്കട്ടെ. അല്ലെങ്കിൽ ഞങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളെ അവൻ ഒന്ന് ആശീർവദിക്കട്ടെ. തവാഫ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ബിംബങ്ങളുടെ മുമ്പിൽ ഒന്ന് കൈകൾ ഉയർത്തട്ടെ. എന്നിട്ട് ഒരു രമ്യതയും ഒരു യോജിപ്പും
ഇങ്ങനെയൊക്കെ വേണ്ടേ? അല്ലാതെ ഇങ്ങനെ വല്ലാതെ കർക്കശമായി വല്ലാതെ തീവ്രമായി പറഞ്ഞാൽ ശരിയാകുമോ? അങ്ങനെയാണ് ഒരു ചർച്ചയുണ്ടായത്. അവിടെയാണ് അബൂ ത്വാലിബ് മകനെ വിളിച്ചത്, നബിയെ വിളിച്ചത്. എന്നിട്ട് പറഞ്ഞത് കേട്ടില്ലേ, ഒരു യോജിപ്പും രഞ്ജിപ്പും ഒക്കെ വേണ്ടേ? നബി അവിടെ മറുപടി പറഞ്ഞില്ല. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് മറുപടി പറയാം, കാരണം റബ്ബ് പറയണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ കഴിയൂ. അങ്ങനെ കാത്തിരുന്നു. 2-3 ദിവസങ്ങൾക്ക് ശേഷം ഇറങ്ങിയിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. ഇതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഒരു നിമിഷം പോലും ഞാൻ ആരാധിക്കില്ല. പണ്ട് ആരാധിച്ചതിനെ ആരാധിക്കൂല, ഇപ്പോൾ ആരാധിക്കുന്നതിനെ ആരാധിക്കൂല. നിങ്ങളെ വാപ്പാറും നിങ്ങളുടെ പൂർവ്വപിതാക്കളും ആരാധിച്ചതിനെ ആരാധിക്കൂല. ഇപ്പൊ നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കൂല. ഞാൻ ഒരുത്തനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. അത് ഞാൻ മരിച്ചാലും ശരി, എന്നെ കൊന്നാലും ശരി, അതിൽ നിന്ന് ഒരു ഇഞ്ചും ഒരു കടുകുമണിയും ഞാൻ ഇളകില്ല, മാറില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് സൂറത്തുൽ കാഫിറൂനിലൂടെ. അത് പ്രഖ്യാപിക്കുവാൻ വേണ്ടി റബ്ബ് പറയുകയും ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. അങ്ങനെ സത്യത്തിൻ്റെ ആശയങ്ങൾ, തൗഹീദിൻ്റെ ആദർശങ്ങൾ ഉയർന്നു വളർന്നു നിൽക്കുന്ന, അങ്ങനെ പ്രഖ്യാപനം നടത്തുന്ന നമ്മളും അങ്ങനെയായിരിക്കണം. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. കൊന്നാലും തച്ചാലും എന്ത് ചെയ്താലും ശരി, ആരാധനയുടെ തൗഹീദിൻ്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല എന്ന് നമ്മൾ ഓരോരുത്തരും പ്രഖ്യാപിക്കണം. റബ്ബ് അങ്ങനെ ജീവിക്കുന്ന ആദർശബോധമുള്ള നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.